ആദ്യം നമുക്ക് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ആത്മരോഷം കാണാം. നിർത്തിയിട്ട് പോകരുത് കേട്ടോ, കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറഞ്ഞു. മലപ്പുറത്ത് ചെന്നപ്പോ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം മിസ്റ്റർ. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട്. ചാനലുകള് ഈ കുത്തി ചോദിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അലോസരം ഉണ്ടാക്കാറുണ്ട്. സംഭവം ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും ചില സമയത്ത് ചാനലുകളെല്ലാം കൂടി അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അത്തരത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഈ ചോദ്യം ചോദിച്ചത്. അവസാനം ആ റിപ്പോർട്ടറുടെ മൈക്കും തട്ടിത്തെറിപ്പിച്ച് മൂപ്പരെ തല്ലില്ല എന്നേ ഉള്ളൂ. കിട്ടിയിരുന്നാണെങ്കിൽ മിക്കവാറും പല്ലടിച്ച് കൊഴിച്ചാനെ. ഇനി നമുക്കൊരു ചിത്രം കാണാം. എന്താ എഴുതിയേക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാ ആ മോളില് കണ്ടോ? SNDP യോഗം ശതാബ്ദി സ്മാരക കോളേജ് പെരിന്തൽമണ്ണ. 2002 ആരാ ഇവിടെ ഭരിക്കുന്നതെന്നറിയാം? 2002 ഇവിടെ ഭരിക്കുന്നത് UDF സർക്കാരാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് അടിച്ച് ഈ പത്രക്കാരുടെയൊക്കെ മൈക്കൊക്കെ തട്ടിത്തെറിപ്പിച്ചൊക്കെ പോയല്ലേ. അപ്പൊ നടേശനോടും നടേശനെ പിന്തുണയ്ക്കുന്ന കുറെ കൂട്ടുകാർക്കും മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്ന കുറെ ആൾക്കാർക്കും അവർക്കും വേണ്ടിയിട്ടാണ്. അന്ന് ഈ 2002 വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയാം? മുസ്ലിം ലീഗുകാരനായിട്ടുള്ള നാലകത്ത് സൂപ്പി. അന്ന് SNDP ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് SNDPക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കോളേജാണ് നിങ്ങൾ കണ്ട പെരിന്തൽമണ്ണയിൽ ഇന്നും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്നത്. ഒന്നും കൂടിയുണ്ട്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന ഈ SNDP ഈ കോളേജിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആയിട്ടുള്ള, അതായത് എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന, ഇവിടെ കേരളത്തിൽ മലപ്പുറത്ത് ഉള്ള എല്ലാ മതത്തിലുള്ള വിദ്യാർത്ഥികളും യാതൊരു തട്ടുകേടും ഏനക്കേടും ഒന്നും കൂടാതെ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ട് അവിടെ. അതായത് വെള്ളാപ്പള്ളിയുടെ എന്താ പറയാ വിഭാഗത്തിന് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ സ്കൂൾ എന്ന് പറഞ്ഞൊരു അഭിമാനമായിട്ടാണ് കൊടുത്തത്. പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനമായിട്ട് നിൽക്കുന്ന സ്ഥാപനമാണിത്. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് എന്ന് കാണുമ്പോൾ കഷ്ടമാണ്, കുറച്ച് കഷ്ടമുണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി ചോദിക്കാണ്ട് ശ്രീ വെള്ളാപ്പള്ളിയോട്. പിണറായിയുടെ കാറിൽ കയറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്, കാറിന്റെ പിൻ സീറ്റിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയാലും, മുൻ സീറ്റിൽ എന്തായാലും ഇരുത്തൂല, പിൻ സീറ്റിൽ അല്ല ഡിക്കിയിൽ ഇരുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമല്ല, ഡിക്കിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇല്ലേ? ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ എടുത്തു കാണിക്കാൻ വേണ്ടി ഒന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് UDFന്റെ കാലത്ത് മുസ്ലിം ലീഗുകാരനായിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള ഒരു മന്ത്രി അന്ന് SNDPയുടെ അഭിമാനമായിട്ട് അവരുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള SNDP കോളേജ് മന്ദിരം, അത് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഓർമ്മയാണ് കേട്ടോ. Different angles. Don't forget to subscribe and support this channel.